കേരളത്തിൻ്റെയോ ഇന്ത്യയുടെയോ മാത്രമല്ല, ലോകത്തിൻ്റെ ആകെ ഉള്ളുപൊട്ടിച്ച സംഭവമാണ് വയനാട് ഉരുൾപൊട്ടൽ. അനേകം പേർക്ക് ജീവൻ നഷ്ടമായ രാജ്യം കണ്ട മഹാദുരന്തങ്ങളിലൊന്ന്. സംഭവം നടന്ന ഉടനെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ രക്ഷാദൗത്യത്തിൽ കാര്യക്ഷമമായി ഇടപെട്ട കേരള സർക്കാർ വയനാടിനെ വീണ്ടെടുക്കാൻ നിരവധി ആവശ്യങ്ങളാണ് കേന്ദ്രത്തിന് മുൻപാകെ ഉന്നയിച്ചത്. അക്കൂട്ടത്തിൽ സംഭവത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും വയനാടിന് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും സംസ്ഥാന സർക്കാർ നേരിട്ടും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ഇടത് എംപിമാർ പാർലമെന്റിലും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സംഭവം നടന്ന് 26 ദിവസം പൂർത്തിയായിട്ടും കേന്ദ്ര സർക്കാരിൽ നിന്ന് അർഹമായ പരിഗണന ലഭിച്ചില്ല. മാത്രമല്ല, ഓഗസ്റ്റ് 10 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ചിട്ട് 14 ദിവസം പൂർത്തിയായിട്ടും ദുരന്തഭൂമിയെ കൈപിടിച്ചുയർത്തുന്ന ഒരു വാക്കുപോലും മിണ്ടിയില്ല. സഹായധനമായി ഒരു രൂപ പോലും പ്രഖ്യാപിച്ചില്ല. നമസ്കാരം, രാഷ്ട്രീയ ഇന്ത്യയിലേക്ക് സ്വാഗതം. പ്രളയം നേരിടുന്ന ത്രിപുരയ്ക്ക് അടിയന്തര ധനസഹായമായി 40 കോടി രൂപയാണ് ഓഗസ്റ്റ് 23 മോദി സർക്കാർ അനുവദിച്ചത്. വലിയ ദുരിതം നേരിടുന്ന ത്രിപുര ഈ ധനസഹായം അർഹിക്കുന്നുണ്ട്. എന്നാൽ ത്രിപുര പ്രളയത്തിനേക്കാൾ ദുരന്ത വ്യാപ്തിയും മരണനിരക്കുമുണ്ട് വയനാട്ടിൽ. സ്വാഭാവികമായും വയനാടും അടിയന്തര ധനസഹായം അർഹിക്കുന്നുണ്ടെന്നത് വസ്തുതയാണ്. കാര്യങ്ങൾ ഇങ്ങനെയിരിക്കെയാണ് വയനാട് ഉരുൾപൊട്ടൽ നടന്ന് ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കേന്ദ്രത്തിന്റെ ഈ കടുത്ത വിവേചനം. മണിക് സാഹിയുടെ നേതൃത്വത്തിലുള്ള BJP ഭരണകൂടമാണല്ലോ ത്രിപുര ഭരിക്കുന്നത്. അപ്പോൾ പിന്നെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷം കേരളം ഭരിക്കുന്നുവെന്ന ഒറ്റ കാരണമാണോ വയനാടിന് അയോഗ്യത കൽപ്പിക്കാൻ കേന്ദ്ര സർക്കാർ മാനദണ്ഡമാക്കിയതെന്ന ചോദ്യം ആരെങ്കിലും ഉയർത്തിയാൽ അവരെ തെറ്റു പറയാൻ കഴിയുമോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് 10 വയനാട് സന്ദർശിച്ചെന്ന് മാത്രമല്ല, ദുരിതാശ്വാസ ക്യാമ്പിലെത്തി ദുരന്തബാധിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. നേരിട്ടെത്തി വയനാടിന്റെ ദുഃഖം കണ്ട, ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിയ പ്രധാനമന്ത്രിക്ക് പിന്നെ എന്തുകൊണ്ട് ധനസഹായം പ്രഖ്യാപിക്കാൻ നാളുകൾ ഇത്ര പിന്നിട്ടിട്ടും കഴിഞ്ഞില്ല? ദുരന്തത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷം പ്രഖ്യാപനം എന്നാണല്ലോ കേരളത്തിലെത്തിയപ്പോൾ ദേശീയ മാധ്യമങ്ങളോടക്കം നരേന്ദ്രമോദി പറഞ്ഞത്. അടിയന്തര സഹായം ആവശ്യമുള്ള വയനാടിന്റെ അവസ്ഥ ദുരന്തം നടന്ന് ഒരു മാസത്തിനടുത്തെത്തിയിട്ടും കേന്ദ്രത്തിന് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? മോദി വയനാട്ടിൽ വന്നിട്ട് ദിവസങ്ങൾ ഇത്ര പിന്നിട്ടിട്ടും സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചില്ലെന്നാണ് ഓഗസ്റ്റ് 19 BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആരോപിച്ചത്. ദുരന്തമുണ്ടായ ഘട്ടം മുതൽ വയനാടിനെ ചേർത്തുപിടിച്ച കേരള സർക്കാരിനെതിരെയാണ് ഒരു രൂപ പോലും അനുവദിക്കാതെ കേന്ദ്ര സർക്കാർ നിൽക്കുമ്പോൾ BJP പ്രതിനിധിയുടെ ഈ രാഷ്ട്രീയ ആരോപണം. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 6 ലക്ഷം, അംഗവൈകല്യം വന്നവർക്ക് 75,000 രൂപ, കുറഞ്ഞ അംഗവൈകല്യമുള്ളവർക്ക് 50,000 രൂപ, താത്കാലികമായി വാടക വീടുകളിലേക്ക് മാറാൻ പ്രതിമാസം 6,000 രൂപ, ദുരന്തബാധിതരുടെ കുടുംബങ്ങൾക്ക് തൊഴിൽ തുടങ്ങിയവയാണ് കേരള സർക്കാർ വയനാടിനായി പ്രഖ്യാപിച്ചത്. ഇതൊന്നും കാണാതെയാണ് K. സുരേന്ദ്രൻ പരിഹാസ്യമാവുന്ന തരത്തിൽ പച്ചക്കള്ളം പറയുന്നത്. ഇത് K. സുരേന്ദ്രന്റെ മാത്രം പ്രശ്നമല്ല. വയനാട് ദുരന്തത്തിന്റെ തുടക്കം മുതൽ BJP രാഷ്ട്രീയ ആയുധമായി കണ്ട് കേരളത്തെ ആക്രമിക്കുന്ന സമീപനമാണല്ലോ സ്വീകരിച്ചത്. വയനാട് ഉരുൾപൊട്ടലിന് മുൻപ് കേന്ദ്ര സർക്കാർ ദുരന്ത മുന്നറിയിപ്പ് നൽകിയിരുന്നെന്നും അത് കേരള സർക്കാർ ഗൗരവത്തിൽ എടുത്തില്ല എന്നതടക്കമുള്ള കള്ളം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത് നമ്മൾ കണ്ടതാണല്ലോ. പ്രളയ ദുരന്തമുണ്ടായ ദിവസം വയനാട്ടിൽ ഓറഞ്ച് അലർട്ട് മാത്രമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയതെന്നിരിക്കെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നുവെന്ന മട്ടിലായിരുന്നു അമിത്ഷായുടെ നുണ. ആ പെരുന്നുണ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പൊളിച്ചതോടെ ഈ വിഷയത്തിൽ ഷായുടെ പൊടി പോലും പിന്നെ കണ്ടില്ല. ഉരുൾപൊട്ടലിൽ കേരളത്തിനെതിരെ ആരോപണവുമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് രംഗത്തെത്തിയതും കേരളം മറന്നിട്ടില്ല. അനധികൃത ഖനനവും കുടിയേറ്റവുമാണ് പ്രളയത്തിന് കാരണമായതെന്നായിരുന്നു ഭൂപേന്ദ്ര യാദവിന്റെ ആ നുണ. പുറമെയാണ് വയനാട് ഉരുൾപൊട്ടലിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളും ഇടപെടലുമെന്ന്
വരുത്തി തീർക്കാനുള്ള ലേഖനങ്ങളും റിപ്പോർട്ടുകളും എഴുതാൻ ശാസ്ത്രജ്ഞരെയും ഗവേഷകരെയും കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ മുന്നിട്ടിറങ്ങിയത്. ഇതിനായി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയ്ക്ക് നിർദ്ദേശം നൽകിയെന്ന വാർത്ത ദ ന്യൂസ് മിനിറ്റ് പുറത്തുവിട്ടതിലൂടെ നമ്മൾ അറിഞ്ഞതാണല്ലോ. വയനാട് പുനരധിവാസത്തിനായി ആവുന്നത് ചെയ്യുന്നതിന് പുറമെ അതിനപ്പുറമുള്ള സാധ്യതകൾ കേരള സർക്കാർ തേടുന്ന ഘട്ടത്തിലാണ് വയനാടിന്റെ കണ്ണീർ കാണാതെ കേരളത്തെ കുത്തിനോവിക്കുന്ന കേന്ദ്രത്തിന്റെ ക്രൂരമായ സമീപനം. വയനാട് പുനരധിവാസം ലോകോത്തര നിലവാരമുള്ളതാക്കുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. കേരളത്തിനെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെ പ്രളയകാലത്ത് തന്ന അരിയുടെ പണം ചോദിച്ച മോദി സർക്കാരിന്റെ കൊടും ക്രൂരത നമ്മുടെ നാട് നേരത്തെ തിരിച്ചറിഞ്ഞതാണ്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വഴി കേന്ദ്രം അനുവദിച്ച 89,540 മെട്രിക് ടൺ അരിയുടെ വിലയായ 205.81 കോടി രൂപ കേരള സർക്കാർ നൽകിയതും നമുക്ക് ഓർമ്മയുണ്ടല്ലോ. മതനിരപേക്ഷതയും മറ്റു ഭരണഘടനാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നുവെന്നതും ഇടതുപക്ഷം ഭരിക്കുന്നു എന്നതുമാണ് ഏതു ദുരന്തമുഖത്തും കേരളത്തിന് അയോഗ്യത കൽപ്പിക്കാൻ കേന്ദ്ര സർക്കാർ കാണുന്ന മാനദണ്ഡമെന്നത് വിചിത്രമാണ്. കേരളത്തിന് കേന്ദ്രം സ്വാഭാവികമായും അനുവദിക്കേണ്ട 60,000 കോടി വിഹിതത്തിന്റെ കാര്യത്തിലും സമാന അവഗണന ഈ നാട് കണ്ടതാണ്. ദുരന്തമുഖത്തെങ്കിലും കേരളത്തിനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യം BJPക്ക് മോദി സർക്കാരിനെ ഒഴിവാക്കിക്കൂടെയെന്ന് ഈ സംസ്ഥാനമാകെ ചോദിക്കാറുണ്ട്. അത് കേൾക്കാൻ വിദ്വേഷ രാഷ്ട്രീയം പേറുന്നവർക്ക് കഴിയില്ല എന്നത് വസ്തുത.